ദൂരെ നക്ഷത്രം കണ്ടു രാജാവിൻ സംഗീതം തേടുന്നു രാജാക്കൾ. മരുഭൂമിൽ ഇരുളിൻ മറവിൽ അലയും നേരം ആകാശക്കോണിൽ ദൂരെ നക്ഷത്രം കണ്ടു. ഓ ദൂരെ നക്ഷത്രം. രണ്ടു മൂന്ന് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ദിവ്യ ഉണ്ണിയുടെ പിതാവേ, ഞങ്ങളുടെ ജീവിതം സഫലമായ നിമിഷമാണിത്. ആ കാണുന്ന ദിവ്യ നക്ഷത്രമാണ് അങ്ങ് കിഴക്കു നിന്നും ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ചത്. ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പ്രതീക്ഷകൾ പൂവണിഞ്ഞ സുദിനം. ഞങ്ങൾ കുഞ്ഞിനായി കൊണ്ടുവന്ന ഉപഹാരം സ്വീകരിച്ചാലും. മെൽക്കിയോർ, ബാൽത്തസാർ, ഗാസ്പർ, യേശുവിനെ ലോകത്തിന് ആദ്യമായി വെളിപ്പെടുത്തിയ നിങ്ങളുടെ ദൗത്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണ സന്തോഷത്തോടെ സ്വദേശത്തേക്ക് മടങ്ങുവിൻ. എന്നാൽ വന്ന വഴിയെ തിരികെ പോകരുത്. ഹേറോദേസിനെ കാണുകയുമരുത്. കാരണം അവൻ കുഞ്ഞിനെ നശിപ്പിക്കുവാനുള്ള ചിന്തയിലാണ്. അതിനാൽ നിങ്ങൾ നേരെ ടൈറോപ്പിയോൺ താഴ്വരയ്ക്കും അപ്പുറം യഹൂദ ദേശത്തിന് വെളിയിലെത്തി അവിടെ നിന്നും കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് സ്വന്തം നാടുകളിലേക്ക് പോവുക. ജോസഫ്, എഴുന്നേൽക്കൂ.
ശിശുവിനെയും അമ്മയെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുക. ഞാൻ പറയും വരെ അവിടെ താമസിക്കണം. കാരണം ശിശുവിനെ നശിപ്പിക്കുവാനായി ഹെറോദേസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ നമ്മെ കാണാനെത്തിയ പരദേശി പരീക്ഷകൾ എവിടെ? തിരുമേനി അസ്വസ്ഥനായിരിക്കുന്നുവല്ലോ. ഇന്നലെ ഇവിടെ നിന്നു പോയ ആ പരദേശികൾ തിരികെ വന്നില്ല. എന്താണ് വാർത്ത? അത് അവർ വേറൊരു വഴിക്ക് പലായനം ചെയ്തു എന്ന്. എന്താ? അവർ നമ്മെ ധിക്കരിച്ച് മറ്റൊരു വഴിക്ക് പോയി എന്നോ? ആരെവിടെ? അടിയൻ. അവർ നമ്മുടെ സാമ്രാജ്യത്തിൽ എവിടെയായാലും പിടിച്ചുകെട്ടി നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. തിരുമേനി, അവർ വിദേശ പൗരന്മാരാണ്. അവർ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നു, നമ്മെ വഞ്ചിച്ചിരിക്കുന്നു. അവർ മഹാനായ ഹെറോദോസ് ചക്രവർത്തിയെ മൂഢനാക്കിയിരിക്കുന്നു. ഇല്ല, സാധ്യമല്ല, നാം ഇത് അനുവദിക്കില്ല. ആരെവിടെ? അടിയൻ. കൊട്ടാരം വിദൂഷകനോടും പ്രധാനാചാര്യനോടും ആഗതനാകാൻ പറയൂ. ഉത്തരവ്. അടിയനോട് കൽപ്പിച്ചുവോ? നാമാൻ, കിഴക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തെ നീ ദർശിച്ചുവോ? അതോ നീയും നമ്മെ മൂഢനാക്കാൻ ശ്രമിക്കുന്നു? തിരുമേനി, ഞാൻ ആ നക്ഷത്രം ഈ കൊട്ടാരത്തിന്റെ സമീപത്ത് ദർശിച്ചു. എന്താ? നമ്മുടെ കൊട്ടാരത്തിന്റെ സമീപം നീ ആ നക്ഷത്രം ദർശിച്ചുവെന്നോ? ഇല്ല, സാധ്യമല്ല. എങ്കിലെപ്പോൾ? എങ്ങനെ? ഇന്നലെ രാത്രി 3-ാം യാമത്തോടടുത്ത സമയം കിഴക്കു നിന്നും ആ ജ്യോതിസ് ഈ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് വന്നത് ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു തിരുമേനി. അതാ അവിടെ അരനാഴിക നേരത്തോളം അവിടെ തന്നെ നിന്നു. ആ ജ്യോതിസിനെ കുറിച്ച് തിരുലിഖിതങ്ങളിൽ എന്താണുള്ളത്? നാം കേൾക്കട്ടെ, വേഗം. അല്ലയോ യഹൂദ പ്രദേശത്തെ ബത്ലഹേമേ, നീ യഹൂദ നഗരങ്ങളിൽ ഒന്നുകൊണ്ടും ചെറുതല്ല. കാരണം എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള പ്രഭു നിന്നിൽ നിന്ന് വരും. ഇതാണ് തിരുമേനി തിരുവെഴുത്ത്. എന്താ? അവൻ ജനിച്ചുവെന്നോ? ശിശു എവിടെയാണ് ജനിക്കുക? പറയൂ. തിരുലിഖിതങ്ങളിലെ വാക്യങ്ങളിൽ നിന്നും നക്ഷത്രത്തിന്റെ ആഗമനത്തിൽ നിന്നും ആ ശിശു അങ്ങയുടെ സാമ്രാജ്യത്തിൽ ബേത്ലഹമിൽ തന്നെ ജനിച്ചു കഴിഞ്ഞു തിരുമേനി. തിരുലിഖിതം, ഇസ്രായേൽ ജനം, നക്ഷത്രം, യഹൂദരുടെ രാജാവ്. നാമല്ലാതെ യഹൂദർക്ക് മറ്റൊരു രാജാവോ? ഇല്ല, സാധ്യമല്ല. അവൻ ജീവിക്കാൻ പാടില്ല. നമ്മുടെ 3 മക്കൾക്കുണ്ടായ അതേ അന്ത്യം അവനും. ആരുടെ? അടിയൻ. യൂദയ രാജ്യത്തിന്റെ അധിപനായ ഹെറോദോസ് കൽപ്പിക്കുന്നു, നമ്മുടെ സാമ്രാജ്യത്തിനുള്ളിൽ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും
മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളായാൽ പോലും വലിച്ചു പറിച്ചെടുത്ത് നിലത്തടിച്ചോ ഏതെങ്കിലും തരത്തിലോ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് നാം ഇതിനാൽ കൽപ്പിക്കുന്നു.